ബി.ജെ.പി. തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിദ്യാമൃതം 2025 കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. ഈ 30 വയസ്സിന് താഴെയുള്ളവര് സ്വന്തം ജീവിതം കരുപിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. അവന്റെ ചിന്തയതാണ്, അവളുടെ ചിന്തയതാണ്, അവരുടെ പ്രവർത്തനം അതാണ്, അവന്റെ മനസ്സിലതാണ്. അപ്പൊ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ? ഏതാനും പേരുടെ അതെല്ലാ സമൂഹത്തിലും ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ അതിനുശേഷം വഴിയിലൊക്കെ വച്ച് കാണുന്ന അവസരത്തിൽ അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, അന്ന് വിദ്യാഭ്യാസം ചെയ്യാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്, പക്ഷെ എൻ്റെ മക്കളെ ഞാൻ നല്ലപോലെ പഠിപ്പിക്കും, അവര് നല്ലവരാണ്, നല്ലവരെ പഠിക്കുന്നവരാണ് എന്ന് അവർ പറയാറുണ്ട്. അത് തന്നെയല്ലേ നമ്മുടെ എല്ലാം അവസ്ഥ. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, നന്മയെ വളർത്തുക. എവിടെയെങ്കിലും തിന്മ കണ്ടുകൊണ്ട് ആ തിന്മ ഇവിടെ ഉണ്ട് എന്ന് സംശയിച്ചുകൊണ്ട് ആ രീതിയിലല്ല പെരുമാറേണ്ടത്. വിശ്വസിച്ചുകൊണ്ട് വേണം, സ്നേഹം കൊടുത്തുകൊണ്ട് വേണം, സ്നേഹത്തിലൂടെ വേണം നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി ഈ വിദ്യാമൃതം പരിപാടി സംഘടിപ്പിക്കുന്ന ഈ ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രോത്സാഹനം കൊടുക്കണം. പ്രോത്സാഹനം എപ്പോഴും ഒരു കുട്ടിയെ പ്രോത്സാഹിപ്പിക്കും, അവൻ്റെ ജീവിതം തന്നെ മാറ്റും. എനിക്കുണ്ടായ ഒരു അവസരം, ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ 50 വിദ്യാർത്ഥികളുള്ള ക്ലാസ്സിലെ ഏതാണ്ട് 40ാം സ്ഥാനക്കാരനായിരുന്നു ഞാൻ. ഒരു ദിവസം കണക്കിൻ്റെ സാറ്, ക്ലാസ് ടീച്ചർ, അദ്ദേഹം കണക്കിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ എന്തോ കുസൃതി കാണിച്ചു. അദ്ദേഹം അത് കണ്ടു. അദ്ദേഹം ജോർജ് കുര്യൻ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞത്, നിനക്ക് നിന്നെപ്പറ്റി ഒരു കാര്യം അറിയില്ല, മായ്സിന് നിനക്ക് നല്ല കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടിരുന്നോളാൻ പറഞ്ഞു. എന്തായിരിക്കും സംഭവിക്കുക? ആ ദിവസം ഞാൻ മാറി. ആ വർഷം ക്ലാസ്സിലെ 1ാം സ്ഥാനക്കാരനായി. ഞാൻ ഡിഗ്രി വരെയും പഠിച്ചത് മാത്തമാറ്റിക്സ് ആണ്. അതിനുശേഷം രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമാണ് LLBയും മറ്റ് വിഷയങ്ങളുമൊക്കെ പഠിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രോത്സാഹനം തെറ്റ് കണ്ടപ്പോൾ എന്നെ ശാസിക്കുകയല്ല ചെയ്തത്. നിനക്ക് നിന്നെപ്പറ്റി അറിയാൻ വയ്യാത്ത ഒരു കാര്യമുണ്ട്, കണക്കിൽ നീ മിടുക്കനാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ഇന്നും ഈ മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു. 95 വയസ്സുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കിതൊന്നും ഓർമ്മയില്ല, നിന്നെ തന്നെ ഞാൻ മറന്നുകൊണ്ടിരിക്കുകയാണ്. 95. തൃശൂരിൽ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ.